ഹോണ്ടയുടെ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പല കസ്റ്റമേഴ്സും എന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കലുണ്ട്. ഹോണ്ടയുടെ വാഹനങ്ങളുടെ ബാക്കിൽ ഡിക്കിയിൽ തുറന്ന് നോക്കുമ്പോൾ പേസ്റ്റിംഗ് നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ പേസ്റ്റിംഗ് കാണുന്നുണ്ട്. ഇതെന്താ റീപേസ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ആക്സിഡൻറ്റോ ഡാമേജോ ആയതാണോ? ഇതിങ്ങനെ വന്നിട്ട് ഇതിലിങ്ങനെ ഈ ഒരു അറ്റത്തിലൂടെ ഈ ഒരു സൈഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു പേസ്റ്റിംഗ് പോയിട്ട് അത് ഈ ഒരു സൈഡിലൂടെ അങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടാണ് ഇതിൻ്റെ പേസ്റ്റിംഗ് പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത്, എന്നെ വിളിച്ചിട്ട് കസ്റ്റമർ ഒരു വാഹനം ഡെലിവറി കൊടുത്തൊരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തട്ടിയ വണ്ടി, ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നിട്ടില്ല, പേസ്റ്റൊക്കെ റീപേസ്റ്റ് ചെയ്തൊരു വണ്ടിയാണല്ലോ തന്നിട്ടില്ല എന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളുടെയും ഹോണ്ടയുടെ വാഹനങ്ങളുടെ ഡിക്കിയിൽ വരുന്ന സെയിം പേസ്റ്റിംഗ് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി അത് കമ്പനി പേസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ പേസ്റ്റിംഗ് നിങ്ങൾ ഏതൊരു വാഹനത്തിന് കണ്ടു കഴിഞ്ഞാലും ഹോണ്ടയുടെ വാഹനത്തിനകത്ത് ആ രീതിയിൽ വൈറ്റ് കളറിൽ നിന്ന് പേസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കമ്പനി വരുന്ന പേസ്റ്റ് തന്നെയാണ്, അത് റീപേസ്റ്റിംഗ് ചെയ്യുന്നതല്ല. നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റീപേസ്റ്റിംഗ് ചെയ്ത അത്ര വൃത്തിയിലും ഫിനിഷിങ്ങിലല്ല അത് ഹോണ്ട ചെയ്തിട്ടുള്ളത്. അത് ഒരു മാറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് പുറമെ കാണുന്നൊരു ഭാഗമല്ല. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് ഉൾഭാഗങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വരും ഇത് റീപേസ്റ്റ് ചെയ്താണ്, അവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് സംഭവിച്ചതിന് ശേഷം റീപേസ്റ്റ് ചെയ്താണ്, അത് തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്താണ്. ഒരു അടിപൊളി ഹോണ്ട ജാസ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡൽ നിൽക്കുന്ന ഹോണ്ട ജാസ് CVT ഗിയർ ബോക്സിൽ സിംഗിൾ ഓണർഷിപ്പിൽ V എന്ന പേരിൽ നിൽക്കുന്ന KEL07 എറണാകുളം രജിസ്ട്രേഷൻ IVTEC എഞ്ചിൻ പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനം. CVT ഗിയർ ബോക്സ് ആയതിന് പെർഫോമൻസിൽ യാതൊരു കുറവുണ്ടല്ലോ, ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് കമ്പനിയിൽ ഹോണ്ട ജാസ് എന്ന വാഹനം. അലോയ് വീൽസ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഓട്ടോക്ലൈമറ്റ് AC, സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,98,000 രൂപയ്ക്ക്. 4,98,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി മാനുവൽ ഗിയർ ബോക്സ് എന്ന മറ്റൊരു ജാസും കൂടി കിടക്കുന്ന 2015 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. VX എന്ന വേരിയൻ്റാണ്, വിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ് VX എന്ന വേരിയൻ്റ്. ചെറിയ ഫീച്ചേഴ്സിൽ കുറച്ചും കൂടി അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടി വരുന്ന മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,95,000 രൂപക്കും. അപ്പോൾ മാനുവൽ വാഹനം ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, രണ്ടും ഓൾമോസ്റ്റ് സെയിം പ്രൈസിങ് വരുന്ന വാഹനങ്ങളാണിത്. അപ്പോൾ ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് ആരെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇനിയും അവൈലബിൾ ഉണ്ട്. അമേസ് ആയിട്ടും അതേപോലെ സിറ്റി ആയിട്ടും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്. അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വാഹനങ്ങളുടെ വീഡിയോസ് ഞങ്ങൾക്ക് റെഗുലറായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.